തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം രണ്ടാം ദിവസത്തിലേക്ക്. കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ 42-കാരനായ ജോയിക്കായി തിരച്ചിൽ തുടരുകയാണ്. ശനിയാഴ്ച രക്ഷാദൌത്യം 13 മണിക്കൂർ പിന്നിട്ടെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. ഇതോടെ ഞായറാഴ്ചയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ജില്ലാ കളക്ടർ, മേയർ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷ കൂടെ പരിഗണിച്ച് NDRF തിരച്ചിൽ രാവിലത്തേക്ക് മാറ്റിയത്. മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ള 30-അംഗ NDRF സംഘമാണ് രക്ഷാദൌത്യത്തിൽ പങ്കുചേരുന്നത്. തെരച്ചിലിനായി റോബോട്ടിക് സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. ടണലിൽ ചെളിയും മാലിന്യവും കുന്നുകൂടി കിടക്കുന്നതിനാൽ ഇത് നീക്കം ചെയ്ത ശേഷമാകും തിരച്ചിൽ തുടരുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റോബോട്ടിക് സംവിധാനത്തിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെയാകും മാലിന്യം നീക്കം ചെയ്യുക. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലെ തോട്ടിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ജോയിയെ കാണാതായത്. മാലിന്യം നീക്കാൻ റെയിൽവേയുടെ കരാർ ഏറ്റെടുത്ത ഏജൻസിയുടെ താൽക്കാലിക തൊഴിലാളിയായിരുന്നു ജോയ്. വൃത്തിയാക്കുന്നതിനിടെ മഴ ശക്തമാവുകയും തോട്ടിലെ വെള്ളം പെട്ടെന്ന് കൂടുകയും ചെയ്തതാണ് അപകടത്തിന് കാരണം. ഇതോടെ ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആമയിഴഞ്ചാൻ തോടിന് 12 കിലോമീറ്റർ നീളമാണുള്ളത്. റെയിൽവേ ലൈൻ കടന്നുപോകുന്ന വഴിയിൽ സ്റ്റേഷന് കുറുകെ തോട് കടന്നുപോകുന്നുണ്ട്. സ്റ്റേഷന് കുറുകെ ട്രാക്കിനടിയിൽ കൂടെ പോകുന്ന ഭാഗത്തിന് വീതിയില്ല. ടണൽ പോലെയാണ് ഇവിടെ. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. നമ്മൾ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അത് 30 മീറ്റർ വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതായത് 50 മീറ്ററിന് പുറത്ത് എത്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഇടയ്ക്ക് ഒരു മാൻഹോളുള്ള ഭാഗം വരെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി എന്താണെന്നുള്ളത് ആലോചിക്കാമെന്ന് ഇപ്പോൾ നിലവിൽ തീരുമാനം. ഇവിടുന്ന് കയറുന്നത് കുറച്ചുകൂടി ദുഷ്കരമാണ്. ആ തടസ്സമാണ് നമ്മുടെ പ്രതീക്ഷ. ആ തടസ്സം ഇപ്പുറത്തേക്ക് പോന്നിട്ടുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടുന്ന് 20 മീറ്ററും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാം. താങ്ക് യു. അല്ലല്ല, സ്കൂബ ഡൈവേഴ്സാണ് ഇനിയും വീണ്ടും ബാക്കി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഒരു പരിധിയുണ്ട്, അതിന് ശേഷം അവർക്ക് തുടരാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്ട്രെച്ചും കൂടെ അവർ നോക്കിയിട്ട് മാക്സിമം നമ്മൾ ആ ഇടയ്ക്ക് നമ്മളെ മാൻഹോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഭാഗം വരെ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അത്രയും ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. M5 ന്യൂസ്, തിരുവനന്തപുരം.